Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. Lazaro Academy, Aviation, Logistics and Paramedical, Payyannur, Mattanur. Glass Palace, MM Road, Pilatara, Kannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പുതിയങ്ങാടി പാലക്കോട് പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി കാര്യക്ഷമമായ തിരച്ചിൽ നടക്കുന്നില്ലെന്ന് കുടുംബം. ചൂട്ടാട് അഴിമുഖത്തെ മണൽത്തിട്ട ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. മുന്നറിയിപ്പ് ലംഘിച്ച് കടലിൽ ഇറങ്ങരുതെന്ന് തീരദേശ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. ചെറുപുഴ തിരുമേനിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. കണ്ടക്ടർ അടക്കം നിരവധി പേർക്ക് പരിക്ക്. മുതുവത്ത് നിന്നും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തകർന്നു കിടക്കുന്ന പിലാത്തറ മാതമംഗലം റോഡ് ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും റോഡ് നവീകരിക്കുന്നതിനായി 11 കോടി രൂപ അനുവദിച്ചതായും എം വിജൻ MLA. 7 മീറ്റർ വീതിയിൽ ആധുനിക നിലയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത്. വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതപാതയായി കരിവെള്ളൂർ ഓണക്കുന്നിലെ അടിപ്പാത. ചെളിചവിട്ടാതെയും കുഴിയിൽ വീഴാതെയും മറുഭാഗത്തെത്താൻ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പാടുപെടുകയാണ്. പ്രശ്നം കണ്ടില്ലെന്ന് നടിച്ച് ദേശീയപാത അധികൃതർ. പ്രതിഷേധമറിയിച്ച് പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. പുതിയങ്ങാടി പാലക്കോട് പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി കുടുംബം. ഇക്കഴിഞ്ഞ 25-ന് രാത്രിയാണ് പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനെ തോണിമറിഞ്ഞ് കാണാതായത്. ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയി ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞാണ് പയ്യന്നൂർ പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനെ കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന വർഗീസ് ലാസർ എന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും അബ്രഹാമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അബ്രഹാമിന്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഇന്നും പുതിയങ്ങാടി തീരത്ത് അബ്രഹാമിനായി കാത്തിരിക്കുകയാണ്. അതേസമയം തെരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു. വള്ളത്തിന്റെ എഞ്ചിൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തണമെന്ന് സഹോദരൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ നടപടിയൊന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത്. ചേട്ടനാണ് വെള്ളത്തിൽ വീഴുന്നത്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് തിരച്ചിൽ നടത്തുന്നു. കടലിൽ തിരച്ചിൽ നടത്തുന്നവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കുറവാണെന്ന് നാട്ടുകാർ പറയുന്നു. തെരച്ചിൽ ഇന്നലെ തുടരുന്നു. പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് കോസ്റ്റൽ പോലീസിന്റെ മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടൊക്കെ ഇന്നലെയും വന്നിരുന്നു. രാവിലെ എത്താൻ പറ്റിയില്ല. മെനയാന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിലേശം പ്രശ്നം വന്നു. കാറ്റും കോളും ഒക്കെ വന്നുകൊണ്ട് തന്നെ തിരിച്ചു പോയി. ഇപ്പോൾ ഇന്നലെ വീണ്ടും വൈകുന്നേരം തെരച്ചിലൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിനകത്തുണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇന്നലെ വരെ നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനകത്തൊരു ബൈനോക്കുലർ സിസ്റ്റം പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സംവിധാനത്തിലുണ്ടാകുന്ന ആ ഒരു ഗുരുതരമായ കുറവിനെ സംബന്ധിച്ച് കടുത്ത ആശങ്ക. ഇത്തരം ഘട്ടങ്ങളിൽ നേവിയുടെ സഹായവും തേടാറുണ്ട്. ഇതിനും സർക്കാർ തയ്യാറാകാത്ത സ്ഥിതിയാണെന്ന് അബ്രഹാമിന്റെ സഹോദരൻ പറഞ്ഞു. അഴീക്കൽ കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പുതിയങ്ങാടി ചൂട്ടാട്ട് അഴിമുഖത്തെ മണൽത്തിട്ട ഉടൻ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. സമരക്കാർ ഫിഷറീസ് ഓഫീസിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഉപരോധത്തിനു ശേഷം ഫിഷറീസ് ജീവനക്കാരും പ്രവർത്തകരും തമ്മിലുണ്ടായ ചർച്ചയ്ക്കിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്തെ മണൽത്തിട്ട ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഉപരോധത്തിന് ശേഷം നടന്ന ചർച്ചയ്ക്കിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനോടകം തന്നെ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് മണൽത്തിട്ടയിലിടിച്ച് നിരവധി ഫൈബർ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഫൈബർ വള്ളം മണൽത്തിട്ടയിലിടിച്ച് മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അഴിമുഖത്തെ മണൽത്തിട്ട എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇതിനോടകം നിരവധി പരാതികളാണ് മത്സ്യത്തൊഴിലാളികൾ നൽകിയിട്ടുള്ളത്. നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചു. എന്നിട്ടും പരിഹാരമാവാത്തതിനാലാണ് മുസ്ലിം ലീഗ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഉപരോധത്തിന് ശേഷം ഫിഷറീസ് ജീവനക്കാരും പ്രവർത്തകരും തമ്മിലുണ്ടായ ചർച്ചയ്ക്കിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സമരക്കാർ ഫിഷറീസ് ഓഫീസിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ പൂട്ട് തകർത്താണ് ജീവനക്കാർ അകത്ത് പ്രവേശിച്ചത്. ജംഷീർ ആലക്കാട് അധ്യക്ഷത വഹിച്ചു. ഹാരിസ് മാട്ടൂൽ, SKP സക്കറിയ, SU റഫീഖ്, സമദ് ചൂട്ടാട്, സൈനുൽ ആബിദ്, KB റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മരണക്കുരുക്കായി പാലക്കോട് അഴിമുഖം. ശക്തമായ കാറ്റും മണൽത്തിട്ടയും ബോട്ടുകൾ മറിയാൻ ഇടയാക്കുന്നു. മുന്നറിയിപ്പ് ലംഘിച്ച് കടലിൽ ഇറങ്ങരുതെന്ന് തീരദേശ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മുന്നറിയിപ്പ് ലംഘിച്ച് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത് ഭീഷണിയാവുകയാണ്. അഴിമുഖത്തെ മണൽത്തിട്ടയിൽ തട്ടിയും ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ടുമാണ് പലപ്പോഴും വള്ളങ്ങൾ മറിയുന്നത്. കാലവർഷം അതിരൂക്ഷമായ സമയത്ത് കാലാവസ്ഥാ വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും തീരദേശ പോലീസിന്റെയും നിർദ്ദേശങ്ങൾ അവഗണിച്ച് കടലിൽ പോകുന്നവർക്ക് അഴീക്കൽ തീരദേശ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതുവഴി ഫൈബർ വള്ളങ്ങളും ചെറുവള്ളങ്ങളും മീൻ പിടിക്കുന്നതിനായി പോകുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകടം സംഭവിക്കാൻ കാരണമാകുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ വള്ളങ്ങളുടെ ഉടമസ്ഥരെ കൂടി ഉൾപ്പെടുത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അഴീക്കൽ കോസ്റ്റൽ പോലീസ് അറിയിക്കുന്നത്. അഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ട അഴിമുഖം നിറഞ്ഞു പരന്ന് കിടക്കുന്നതിനാൽ പുഴയിൽ നിന്ന് വെള്ളമൊഴുകി പോകുവാനുള്ള വഴി മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്. കിഴക്കുഭാഗത്ത് പുലിമുട്ട് നിർമ്മാണത്തിനായി ഇറക്കിയ കല്ലുകളുമുണ്ട്. കാറ്റിനെയും തിരമാലകളെയും അതിജീവിച്ച് ഈ ഇടുങ്ങിയ സ്ഥലത്തുകൂടിയാണ് വള്ളങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് കാറ്റിലും തിരയിലും പെട്ട് ജീവഹാനി വരെ സംഭവിക്കുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ സഹായത്തിനായി എത്തുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന അപകടത്തിന്റെ വ്യാപ്തി കുറക്കാനിടയാകുന്നത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 26.6 കോടി രൂപ ചെലവ് കണക്കാക്കിയ പുലിമുട്ട് നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിലായതും മണൽത്തിട്ടയുണ്ടാകാൻ കാരണമാണെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ തിരുമേനിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. കണ്ടക്ടറടക്കം നിരവധി പേർക്ക് പരിക്ക്. മുതുവത്ത് നിന്നും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ലക്ഷ്മി ബസ്സാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതുവത്ത് നിന്ന് ബസ് യാത്ര പുറപ്പെട്ട് 2 സ്റ്റോപ്പുകൾ കഴിഞ്ഞ ഉടൻ തന്നെ സമീപത്തെ താഴ്ചയിലെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. സംഭവ സമയത്ത് 15ഓളം യാത്രക്കാർ മാത്രമേ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 12 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചെറുപുഴയിലെ സഹകരണ ആശുപത്രിയിലും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. രാവിലെയുണ്ടായ ചാറ്റൽ മഴയിൽ ബ്രേക്ക് കിട്ടാതെ നിയന്ത്രണം വിട്ട് ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് അപകടം സംഭവിച്ച ബസിന്റെ ഡ്രൈവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. തകർന്നു കിടക്കുന്ന പിലാത്തറ മാതമംഗലം റോഡ് ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും റോഡ് നവീകരിക്കുന്നതിനായി 11 കോടി രൂപ അനുവദിച്ചതായും വിജിൻ MLA അറിയിച്ചു. 7 മീറ്റർ വീതിയിൽ ആധുനിക നിലയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത്.
മലയോര മേഖലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡാണ് പിലാത്ര ചന്തപുര മാതമംഗലം റോഡ്. നിലവിൽ പലയിടത്തും റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. മഴ മാറിയാൽ റോഡ് അറ്റകുറ്റപ്പണി നടത്തുമെന്നും പിന്നീട് റോഡ് നവീകരണ പ്രവൃത്തി നടത്തുമെന്നും എം വിജിൻ MLA അറിയിച്ചു. നിലവിൽ 5.5 മീറ്റർ വീതിയിലാണ് റോഡുള്ളത്. റോഡ് നവീകരിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ പിലാത്ര മുതൽ ചന്തപുര വരെ 6 കോടി രൂപയും രണ്ടാം ഘട്ട പദ്ധതിയിൽ ചന്തപുര മുതൽ മാതമംഗലം പാണപ്പുഴ റോഡ് വരെ 5 കോടി രൂപയും ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ 11 കോടി രൂപ അനുവദിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. 2 ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒന്ന് പിലാത്ര മുതൽ ചന്തപുര വരെയും രണ്ടാം ഭാഗം ചന്തപുര മുതൽ മാതമംഗലം വരെയുമാണ്. ആദ്യ ഭാഗത്തിന് 6 കോടിയും രണ്ടാമത്തെ ഭാഗത്തിന് 5 കോടിയുമാണ് സർക്കാർ അനുവദിച്ചത്. രണ്ടാം ഭാഗത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഒന്നാം ഘട്ടം പിലാത്ര മുതൽ ചന്തപുരയുള്ള ഭാഗം ടെൻഡർ നടപടികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ മഴ പൂർത്തീകരിക്കുന്നതോടുകൂടി പൂർണ്ണമായും നവീകരിച്ച റോഡാക്കി പിലാത്ര മാതമംഗലം റോഡിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ചില കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റോഡ് തകർന്നിട്ടുണ്ട്. ആ തകർന്ന ഭാഗം പാച്ച് വർക്ക് ചെയ്യാനുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായ മഴയും അതിൽ കുഴികളിൽ വെള്ളം നിൽക്കുന്നതും വേഗതയിൽ നടത്തുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു ഘട്ടം കിട്ടിയാൽ അപ്പോൾ തന്നെ പൂർണ്ണമായും അത് പാച്ച് വർക്ക് താൽക്കാലികമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 7 മീറ്റർ വീതിയിൽ ആധുനിക രീതിയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡൻ ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത്. ഓവുചാൽ, സംരക്ഷണ ഭിത്തി, കൾവെട്ട് എന്നിവയും റോഡിന് ഇരുവശമുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളും മറ്റ് റോഡ് സേഫ്റ്റി പ്രവൃത്തികളും ഈ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും MLA അറിയിച്ചു. മലയോര മേഖലയിലുള്ളവർക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് CRPF ക്യാമ്പ്, വിവിധ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കും എത്തിപ്പെടാൻ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. റോഡ് നവീകരിക്കുന്നതോടെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മത്സ്യസമൃദ്ധിക്കും കടലോര മക്കളുടെ ക്ഷേമത്തിനും പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥനയും കടലിലേക്ക് പഴമെറിയൽ ചടങ്ങും നടന്നു. പണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കടലോര മക്കളുടെ ദുരിതമകറ്റാൻ പുതിയങ്ങാടി കടപ്പുറത്ത് നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. പുതിയങ്ങാടി ഭണ്ഡാര കമ്മിറ്റി, കടക്കോടി തൊഴിലാളി സംരക്ഷണ സമിതി എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന നടത്തിയത്. മത്സ്യസമൃദ്ധിക്കായി കടലിലേക്ക് പഴമറിയൽ ചടങ്ങും നടന്നു. വർഷങ്ങളായി മഴക്കാലത്ത് കടലോര മക്കളുടെ സമൃദ്ധിക്കും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന നടന്നുവരുന്നുണ്ട്. പാണക്കാട് തറവാട്ടിലെ അംഗമാണ് പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. കഷ്ടത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് അതിൽ നിന്നുമൊക്കെ നേടുവാൻ നമുക്ക് അള്ളാഹുവിൻ്റെ കാവലും അതുപോലെ അനുഗ്രഹങ്ങളും അതുപോലെ നമ്മുടെയൊക്കെ സാന്നിധ്യം കൊണ്ടും മക്കളുടെയും ഉസ്താദുമാരുടെയൊക്കെ ആ ഒരു ബർക്കത്ത് കൊണ്ട് നമുക്ക് അനുഗ്രഹീതമാക്കട്ടെ, സാധിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. പുതിയങ്ങാടി ജുമാ മസ്ജിദ് ഖതീബ് ഖലീലുൽ റഹ്മാൻ അൽ ഖാഷിഫി, BC കാസിം ഹാജി, K മുസ്തഫ ഹാജി, KT അബ്ദുൽ കരീം, AV അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സർക്കാർ സഹായങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാത്തതാണ് ഖാദി മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം. തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കിനുള്ള കാരണവും ഇതുതന്നെ. ഇതോടൊപ്പം വിവിധ വർഷങ്ങളിലെ റിബേറ്റ് കുടിശ്ശികയായി സംസ്ഥാനത്തൊട്ടാകെയുള്ള ഖാദി സ്ഥാപനങ്ങൾക്ക് 60 കോടിയോളം രൂപ ലഭിക്കാനുള്ളതും ഖാദി മേഖലയെ തളർത്തുകയാണ്. ആളുകൾ കൂടുതലായി ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തുന്നത് റിബേറ്റ് ലഭിക്കുന്ന കാലത്താണ്. ഖാദി മേഖലയ്ക്ക് ഉണർവേകാൻ സർക്കാർ നൽകുന്ന പ്രധാന സഹായമാണ് റിബേറ്റ്. വർഷം മുഴുവൻ 20% ഇളവ് ഖാദിക്ക് സർക്കാർ അനുവദിക്കുന്നുണ്ട്. കൂടാതെ വിശേഷ അവസരങ്ങളിൽ 30% ഇളവ്. ഇളവിനത്തിൽ സർക്കാർ 15 കോടി അനുവദിക്കുന്നുണ്ടെങ്കിലും ഇത് അപര്യാപ്തമാണ്. ഇക്കാലത്ത് ഇതിൽ എത്രയോ കൂടുതൽ വിൽപ്പന നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ റിബേറ്റ് തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഖാദി മേഖലയിൽ നിന്ന് നാളുകളായി ഉയരുന്നുണ്ട്. വിവിധ വർഷങ്ങളിലെ റിബേറ്റ് കുടിശ്ശികയായി സംസ്ഥാനത്തൊട്ടാകെ ഖാദി സ്ഥാപനങ്ങൾക്ക് 60 കോടിയോളം രൂപയാണ് ലഭിക്കാനുള്ളത്. റിബേറ്റ് തുക ലഭിക്കാത്തതിനാൽ ഖാദി സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ അവസ്ഥ ഖാദി മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന തൊഴിലാളികളെയും ഏറെ കഷ്ടത്തിലാക്കിയിരിക്കുകയാണ്.
2016 ശേഷം ഖാദി നെയ്ത്ത് നൂൽപ്പ് തൊഴിലാളികളെ പോലും അതുപോലെ നൂൽപ്പ് തൊഴിലാളികളെയും നെയ്ത്ത് തൊഴിലാളികളെയും രണ്ടു തരമായി ഭാഗിച്ചുകൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഖാദി കമ്മീഷൻ കോസ്റ്റാറ്റ് കമ്മിറ്റി സ്വീകരിച്ചു വരുന്നത്. 2016 ശേഷം കൂലി വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ നൂൽപ്പ് തൊഴിലാളികൾക്കും നെയ്ത്ത് തൊഴിലാളികൾക്കും വർദ്ധിപ്പിച്ച കൂലിയിൽ വലിയൊരു അന്തരം നിലവിലുണ്ട്. 2023 25% നൂൽപ്പ് തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിച്ചപ്പോൾ നെയ്ത്ത് തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചത് 10% മാത്രമാണ്. 2024 നൂൽപ്പ് തൊഴിലാളികൾക്ക് 25% വർദ്ധിപ്പിച്ചപ്പോൾ നെയ്ത്ത് തൊഴിലാളികൾക്ക് അനുവദിച്ചത് 7% മാത്രമാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ അന്തരം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമായ നടപടികൾ കോസ്റ്റാറ്റ് കമ്മിറ്റിയിൽ നിന്നുണ്ടാകാത്തത് കാരണം ഒരു പ്രക്ഷോഭ രംഗത്തേക്കാണ് ഇപ്പോൾ തൊഴിലാളികൾ പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പയ്യന്നൂർ ഖാദി യന്ത്രത്തിലും ഖാദി സ്ഥാപനങ്ങളെയും ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങൾ. ഖാദിയുടെ വ്യാജ പതിപ്പുകൾ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നതും ഖാദി മേഖലയിലെ പ്രതിസന്ധിക്ക് മറ്റൊരു പ്രധാന കാരണമാണ്. യഥാർത്ഥ ഖാദിയല്ലാത്ത വസ്ത്രങ്ങൾ തുണിമില്ലിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിച്ചാണ് വിപണിയിലെത്തിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഈ തുണിത്തരങ്ങൾ ഖാദി എന്ന പേരിൽ വിലക്കുറവിൽ വിൽക്കപ്പെടുകയാണ്. വ്യാജ ഖാദി മുണ്ടുകൾ 100-150 രൂപയ്ക്ക് ലഭിക്കും. എന്നാൽ ഗുണമേന്മയുള്ള ഒരു ഖാദി മുണ്ടിന് 550-600 രൂപ വരെ വിലയുണ്ട്. ഒരു വശത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെയും വിപണന തന്ത്രങ്ങളുടെയും സഹായത്തോടെ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഖാദി മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖാദി ബോർഡിനും സ്ഥാപനങ്ങൾക്കും സർക്കാർ വേണ്ട പരിഗണന നൽകാതെ വരുമ്പോൾ അത് ബാധിക്കുന്നത് സാധാരണക്കാരായ തൊഴിലാളികളെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് 22ാം വാർഷിക സമ്മേളനവും ഫൗണ്ടേഴ്സ് ഡേ ആഘോഷവും സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് 22ാം വാർഷിക സമ്മേളനവും ഫൗണ്ടേഴ്സ് ഡേ ആഘോഷവും സംഘടിപ്പിച്ചു. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. അവരുടെ പ്രതീക്ഷയാണ് ഈ സ്ഥാപനം. നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം വളരെ ബ്രീഫായി ഈ ഇൻവിറ്റേഷനിൽ പിറകിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഭാഗത്ത് മെന്റലി റിട്ടയർഡായ കുട്ടികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും പെട്ടുയരുന്നവരെ സഹായിക്കാനും നിങ്ങൾ തയ്യാറായി എന്നിവിടെ പരാമർശിച്ചു. സ്വാഗത പ്രസംഗത്തിൽ ജയമോഹൻ പറഞ്ഞു, ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുണ്ട്, ഞങ്ങൾ ആംബ്യൂട്ട് ചെയ്തവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ കേവലം ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അതിനപ്പുറത്ത് നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗം അവസാനിക്കുമ്പോൾ അദ്ദേഹം പരാമർശിച്ചത്, ഞങ്ങൾക്ക് ഇനിയും 10.5 കോടി രൂപ വേണം ഈ സ്ഥാപനം പരിപൂർണത്വത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഹോപ്പ് പ്രസിഡന്റ് ഫാദർ ജോർജ് പൈനാടത്ത് അധ്യക്ഷത വഹിച്ചു. M. വിജിൻ MLA മുഖ്യാതിഥിയായി. ഡാനിയൽ അബ്രഹാം, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, T. സുലജ, KF അലക്സാണ്ടർ, TV ഉണ്ണികൃഷ്ണൻ, മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ, E. കുഞ്ഞിരാമൻ, VV ബാബുരാജ്, K. ദേവകി, M. രാമചന്ദ്രൻ, ഡോക്ടർ ഷാഹുൽ ഹമീദ്, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, ജോക്ലിൻ ബിന്ന സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതപാതയായി കരിവെള്ളൂർ ഓണക്കുന്നിലെ അടിപ്പാത. ചെളി ചവിട്ടാതെയും കുഴിയിൽ വീഴാതെയും മറുഭാഗത്തെത്താൻ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പാടുപെടുകയാണ്. ദേശീയപാതയിൽ ഓണക്കുന്നിലുള്ള അടിപ്പാത കടക്കണമെങ്കിൽ കുഴികൾ ചാടിക്കടക്കാനുള്ള അഭ്യാസങ്ങൾ പഠിക്കണമെന്നാണ് അവസ്ഥ. അടിപ്പാത മുഴുവൻ ചെറുതും വലുതുമായ കുഴികളാണ്. കുഴികളിലെ ചെളിവെള്ളം ചവിട്ടാതെ മറുഭാഗം എത്തിപ്പെടാൻ പ്രയാസമാണ്. തൃക്കരിപ്പൂർ മാത്തിൽ പൊതുമരാമത്ത് പ്രധാന റോഡ് കടന്നുപോകുന്ന ഭാഗമായതിനാൽ ദിവസവും നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരുമാണ് അടിപ്പാതയിലൂടെ കടന്നുപോകുന്നത്. ദേശീയപാതയ്ക്കപ്പുറത്തുള്ള കുട്ടികൾക്ക് AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്താനുള്ള ഏക മാർഗം കൂടിയാണ് ഈ അടിപ്പാത. കൂടാതെ കുണിയൻ, തൃക്കരിപ്പൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ടുന്ന നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. രാവിലെയും വൈകിട്ടും ചെളി ചവിട്ടാതെയും കുഴിയിൽ വീഴാതെയും മറുഭാഗത്തെത്താൻ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പാടുപെടുകയാണ്. അടിപ്പാത സർവീസ് റോഡുകളെക്കാൾ താഴ്ന്നിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ മഴയുള്ള ദിവസങ്ങളിൽ ഇരുഭാഗത്തുമുള്ള വെള്ളം അടിപ്പാതയിൽ വന്ന് കെട്ടിക്കിടക്കുകയാണ്. ഓണക്കുന്ന് അടിപ്പാത കൂടാതെ കരിവള്ളൂർ ബസാറിലെ അടിപ്പാതയും ഇതുപോലെ തന്നെ ശോചനീയാവസ്ഥയിലാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓണക്കുന്ന് അടിപ്പാതയിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു.
വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ഓരോ ദിവസവും കുഴികളുടെ ആഴം കൂടി വരികയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ രാത്രി സഞ്ചരിക്കുന്ന പലരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അടിപ്പാത നന്നാക്കണമെന്ന ആവശ്യം അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല. ഇടയ്ക്കിടെ കുഴികൾ മാത്രം അടച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാതെ അടിപ്പാത കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ദ റിയൽ ജിം പയ്യന്നൂർ കോഫി ഹൌസിനു സമീപം റോയൽ സിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ദ റിയൽ ജിമ്മിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. വടക്കേ മലബാറിൽ ഫിറ്റ്നസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ടീം അബുസിനാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ദ റിയൽ ജിം മൂന്നാമത് ബ്രാഞ്ച് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ കോഫി ഹൌസിന് സമീപം റോയൽ സിറ്റി കോംപ്ലക്സിലാണ് ദ റിയൽ ജിം യൂണിസെക്സ് ജിം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മിസ്റ്റർ ഇന്ത്യ മുസദിഖ് മൂസ, പയ്യന്നൂർ MLA TI മധുസൂദനൻ, പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ P യദുകൃഷ്ണൻ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും യുവസംരംഭകനുമായ ഡോക്ടർ പ്രണവ് രാജഗോപാൽ, ഇന്ത്യൻ ആർമി മുൻ NSG കമാൻഡോ വിനോദ് കുമാർ തുടങ്ങിയവർ ദ റിയൽ ജിം പയ്യന്നൂരിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇയാസാവട്ടെ, അഭിലാഷാവട്ടെ, റിയാസാവട്ടെ, ഒരു കൂടെയൊക്കെ ടൈറ്റിലടിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും ടൈറ്റിലടിച്ച ബോഡി ബിൽഡേഴ്സിൻ്റെ നാട്ടിലേക്ക് ഞാൻ വളരെ കുറച്ച് സമയത്തെ ഇവിടെ വന്നിട്ടുള്ളൂ. 2011 വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 21, 22, 23 സമയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രഗത്ഭരായ പവർ ലിഫ്റ്റേഴ്സും ബോഡി ബിൽഡേഴ്സും ഉള്ള നാട്ടിലേക്ക് വരുമ്പോൾ അതിയായ സന്തോഷമാണ്. എന്താ പറയുക, നിങ്ങളൊക്കെ ശരത്തിൻ്റെ മെസ്സേജ് ചെയ്യുമ്പോൾ, ശരത്ത് നമ്മൾ ജൂനിയറായിട്ട് വർക്ക് ചെയ്താണ്, അതുപോലെ നമ്മൾ സിനാനി, ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ കൂടെ ഈ ചെറിയൊരു പ്രോഗ്രാമിന് ഇവരതിഥിയായിട്ട് എത്താൻ കഴിഞ്ഞതിൽ ആദ്യമായിട്ട് അതിൻ്റെ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. അതിന് ഒരുപാട് നന്ദി നിങ്ങൾ അറിയിക്കുക. സോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ദ റിയൽ ജിം പയ്യന്നൂരിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9746771658 എന്ന നമ്പറിലോ 8848311182 എന്ന നമ്പറിലോ 7594081365 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ദ റിയൽ ജിമ്മിന്റെ മറ്റു ബ്രാഞ്ചുകൾ ഇളമ്പച്ചി, ഓരിമുക്ക് എന്നിവിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അക്കാദമി ഓഫ് പീഡിയാട്രിക് ന്യൂറോളജിയുടെ 19ാം സംസ്ഥാന സമ്മേളനം ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് പരിയാരം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള പ്രസിഡന്റ് ഡോക്ടർ റിയാസ് I ഉദ്ഘാടനം നിർവഹിച്ചു. അക്കാദമി ഓഫ് പീഡിയാട്രിക് ന്യൂറോളജിയുടെ 19ാം സംസ്ഥാന സമ്മേളനം ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് പരിയാരം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 150ഓളം ഡെലിഗേറ്റ്സ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള പ്രസിഡന്റ് ഡോക്ടർ റിയാസ് I ഉദ്ഘാടനം ചെയ്തു. Developmental pediatrics as well as the other conditions are becoming more and more important for pediatricians. And now all the subspecialties are growing in such a speed that it is very difficult for the general pediatrician to update. So in the last week only I was actually asked to chair a session on the new classification of seizures. I find it very difficult to understand because I think it is very important that the people who are dealing with subspecialties reach out to the pediatricians and to the PG students and give simplified modules as Dr. Vinayan has just now suggested. And IAP Kerala is always welcome to modules from our subspecialty groups. പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ വിനയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് പരിയാരം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ M. ഹരിദാസ്,
ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ നന്ദകുമാർ MK, പീഡിയാട്രിക് ന്യൂറോളജി സെക്രട്ടറി ഡോക്ടർ വർഗീസ് എബ്രഹാം, IAP കേരള സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹൻ, IAP പരിയാരം സെക്രട്ടറി ഡോക്ടർ ശ്രീകാന്ത് നായനാർ, ട്രഷറർ ഡോക്ടർ രാജീവൻ PP എന്നിവർ സംസാരിച്ചു. ഓർഗനൈസിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ K സുധാകരൻ സ്വാഗതം പറഞ്ഞു. ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ T രഞ്ജിത്ത് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള 30ഓളം വിദഗ്ധരായ കുട്ടികളുടെ ന്യൂറോളജിസ്റ്റുകൾ ക്ലാസ് എടുത്തു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ പ്രബന്ധം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഇളമ്പച്ചി തലിച്ചാലം കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. ഹാളിന്റെ 6 ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്ത നിലയിൽ. ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കല്ലേറിൽ തകർന്ന കമ്മ്യൂണിറ്റി ഹാളിനകത്ത് ചെങ്കൽ കഷണങ്ങളും ജനൽച്ചില്ലുകളും ചിതറിക്കിടക്കുകയാണ്. 15 ലക്ഷം രൂപ ചിലവിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തലിച്ചാലം കമ്മ്യൂണിറ്റി ഹാൾ 1.5 വർഷം മുൻപാണ് ഉദ്ഘാടനം ചെയ്തത്. സംഭവത്തിൽ ചന്ദേര പോലീസിലും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും തലിച്ചാലം പുലയ സമുദായ സംഘം സെക്രട്ടറി P സുമേഷ് പരാതി നൽകി. ഇന്നലെ വൈകുന്നേരം സാധാരണ പോലെ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇത് തുറക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ഡോറ് തുറക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഉള്ളിൽ കല്ലും ചില്ലെല്ലാം ഇങ്ങനെ കാണും. അതിനുശേഷം പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ജനലും ഇതെല്ലാം അടിച്ച് പൊളിച്ചിട്ട് കാണുന്നുണ്ട്. നമ്മൾ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മുമ്പിലെ ഫ്രണ്ടിലെ ചില്ല് പൊളിച്ചിട്ട് അത് പോലീസിൽ പരാതിപ്പെട്ടു. അത് ഉദ്ഘാടനത്തിന് മുമ്പായിരുന്നു. അന്ന് പിന്നെ അത് കുട്ടികളെ കയ്യിലായിട്ടും അബദ്ധത്തിൽ പറ്റിയതായിട്ടും വിചാരിച്ചില്ല. അതിനുശേഷം അതുണ്ടായിട്ടില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഹാളിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥാലയം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി വരുന്നതിനിടയിലാണ് അക്രമം. ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജൂലൈ 28 ലോക മഞ്ഞപ്പിത്ത ദിനം. മഞ്ഞപ്പിത്ത രോഗത്തെക്കുറിച്ച് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വകുപ്പ് മേധാവി ഡോക്ടർ വൈ പ്രവീൺ കുമാർ സംസാരിക്കുന്നു. നമസ്കാരം. ഇന്ന് ജൂലൈ 28-ാം തീയതിയാണ്. ലോകമെമ്പാടും ലോക മഞ്ഞപ്പിത്ത രോഗ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ കരളിനെ ബാധിക്കുന്ന അസുഖത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണവും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ദിവസമാണ് ഇത്. മഞ്ഞപ്പിത്ത രോഗങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും ലിവറിനെ ബാധിക്കുന്ന മഞ്ഞപ്പിത്ത രോഗങ്ങൾ പ്രധാനമായിട്ടും 5 തരത്തിലാണ് ഉള്ളത്. ഓർക്കാൻ എളുപ്പത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ഇവയെ A, B, C, D, E മഞ്ഞപ്പിത്തങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഈ 5 ഇനങ്ങളിൽ A മഞ്ഞപ്പിത്തവും E മഞ്ഞപ്പിത്തവും രോഗാണുക്കൾ കലർന്ന വെള്ളം വഴിയും ഭക്ഷണം വഴിയുമാണ് പകരാറ്. B, C, D മഞ്ഞപ്പിത്തങ്ങൾ രോഗാണുക്കൾ കലർന്ന ശരീരസ്രവത്തിലൂടെയോ രക്തം വഴിയോ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയോ ആണ് പകരുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഈ 5 മഞ്ഞപ്പിത്ത രോഗങ്ങളെയും വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും പൊതുജനാരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന 2 മഞ്ഞപ്പിത്തങ്ങളാണ് B മഞ്ഞപ്പിത്തവും C മഞ്ഞപ്പിത്തവും. കാരണം ഇവ തുടക്കത്തിലേ കണ്ടുപിടിച്ച് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ കരൾ സിറോസിസ്, കരൾ ക്യാൻസർ, അതുവഴി മരണവും സംഭവിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഈ എല്ലാ അസുഖങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും പ്രതിരോധ ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പുകളും ഉണ്ട് എന്നുള്ളതാണ്. അല്ല, C മഞ്ഞപ്പിത്തത്തിനും E മഞ്ഞപ്പിത്തത്തിനും ഇപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് വരുന്നതേ ഉള്ളൂ. പക്ഷേ വളരെ ഫലപ്രദമായ മരുന്നുകൾ, ഔഷധങ്ങൾ വിപണിയിലുണ്ട്. തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ എളുപ്പത്തിൽ മാറ്റാവുന്നതാണ്. ലോകമെമ്പാടും ഇന്ന് ഉള്ള 70% ഹെപ്പറ്റൈറ്റിസ് B രോഗികൾ അമ്മമാരിൽ നിന്നും കുട്ടികളിലേക്ക് പകർന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെയാണ് അമ്മമാരെ കൃത്യമായി ചികിത്സിക്കേണ്ട അവസ്ഥ. അമ്മമാരുടെ ഗർഭകാലത്ത് തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും മരുന്നുകളും കൊടുക്കുകയും പ്രസവിച്ച ഉടനെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളും ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന മരുന്നും കൊടുത്താൽ ഈ അസുഖത്തെ നമുക്ക് 100% പ്രതിരോധിക്കാം. ഓർക്കുക, ലോകമെമ്പാടുമുള്ള 70% മഞ്ഞപ്പിത്ത രോഗികൾ, ലോക ജനസംഖ്യയുടെ 254 മില്യൺ ആൾക്കാരും ഇന്ന് ഈ മഞ്ഞപ്പിത്ത രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്.
ഇതുമൂലം 1.08% അത്രയും മില്യൺ ആൾക്കാർ മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൊണ്ട് മരണമടയുകയും ചെയ്യുന്നുണ്ട്. ഇവയെ വളരെ ഫലപ്രദമായ വാക്സിൻ വഴി നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, കുറ്റമറ്റ രക്തബാങ്കിംഗ് സംവിധാനങ്ങൾ, സുരക്ഷിതമായ ലൈംഗിക ബന്ധങ്ങൾ, അസുഖം കണ്ടുപിടിച്ച തുടക്കത്തിലേ ഉള്ള ശാസ്ത്രീയ ചികിത്സ, അന്ധവിശ്വാസങ്ങളിലും അശാസ്ത്രീയ ചികിത്സകളിലും വീഴാണ്ട് തുടക്കത്തിലേ ഉള്ള കുത്തിവയ്പ്പുകളും മരുന്നുകളും വഴി ഈ അസുഖങ്ങളെ 100% നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. അതുവഴി അതുമൂലമുണ്ടാകുന്ന മരണകാരണങ്ങളായ കരൾ പരാജയം, കരൾ സിറോസിസ്, കരൾ ക്യാൻസർ എന്നിവയെ എന്നേക്കുമായി നമുക്ക് ലോകത്തു നിന്നും ഉന്മൂലനം ചെയ്യാനും സാധിക്കും. ഈ ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് ലോകമെമ്പാടും ഇന്ന് മഞ്ഞപ്പിത്ത ദിനമായി ആചരിക്കുന്നത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. എം വിജിൻ MLAയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി വിലയിരുത്തി 2024 ഒക്ടോബർ 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. പ്രവൃത്തി നവംബറിൽ പൂർത്തിയാകും. എം വിജിൻ MLAയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി വിലയിരുത്തി. പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.90 കോടി രൂപയാണ് കെട്ടിടം നിർമ്മിക്കാൻ അനുവദിച്ചത്. ഇതോടൊപ്പം 36 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. 3 നിലകളിലായി ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, പ്രിൻസിപ്പാൾ റൂം, ക്ലാസ് റൂം, ടോയ്ലറ്റ്, വാഷ്റൂം, 2 സ്റ്റെയർ റൂം എന്നിവയും 1-ാം നിലയിൽ 3 ക്ലാസ് മുറികളും, മാക്സ് ലാബ്, ടോയ്ലറ്റ്, സ്റ്റെയർ റൂം, 2-ാം നിലയിൽ 2 ക്ലാസ് റൂം, ഓഡിറ്റോറിയം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവയും വിഭാവനം ചെയ്തിട്ടുണ്ട്. പ്രവൃത്തി നവംബറിൽ പൂർത്തീകരിക്കാനും MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങളും അക്കാദമിക നിലവാരവും ഉയർത്തുന്നതിനും സ്കൂളിനെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനും സാധിക്കുമെന്ന് MLA പറഞ്ഞു. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കാൻ 3,90,00,000 രൂപ നേരത്തെ തന്നെ സർക്കാർ അനുവദിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പദ്ധതി അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഈ വരുന്ന നവംബർ മാസം ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളും അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 3,90,00,000 പുറമെ MLA ഫണ്ടിൽ നിന്ന് 36 ലക്ഷം രൂപ കൂടി ആ കെട്ടിടത്തിൻ്റെ പൂർത്തീകരണത്തിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. MLAയോടൊപ്പം കില ഉദ്യോഗസ്ഥരായ വൃന്ദ പ്രകാശ് PV, പ്രധാനാധ്യാപകൻ കേശവൻ SP, പ്രിൻസിപ്പാൾ ഇൻചാർജ് രമേശ് ബാബു, PTA പ്രസിഡന്റ് M അനിൽകുമാർ, ലക്ഷ്മണൻ M എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരളം ALP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. എം വിജിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പെരളം ALP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന സെമിനാർ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2016 മുതലാണ് നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രമൊക്കെ ഇനി ഗംഗാധര മാഷയുടെ വിഷയത്തിൽ കൊണ്ടുവരാനുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും സംബന്ധിച്ചുള്ള വിഷയം. ഒരുപക്ഷെ കേരളത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസത്തെ വളരെ മനോഹരമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് കാരൂരാണ്. കാരൂർ കഥകൾ നാം വായിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊതിച്ചോറ്. എന്തായാലും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അധ്യാപകൻ്റെ ജീവിതം എന്നത് അടയാളപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു കഥയായിരുന്നു കാരൂരിൻ്റെ പൊതിച്ചോറ്. മാനേജറുടെ വീട്ടിൽ രാവിലെ ഒരു വേലക്കാരനെ പോലെ പണിയെടുത്ത് പഴക്ക് തലെടുക്കണം, തേങ്ങ പറിക്കണം, ചിലപ്പോൾ അലക്കി കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പഠിപ്പിക്കാൻ വരാൻ മാഷ്. സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉപരിപഠന സാധ്യതകൾ സ്വദേശത്തും വിദേശത്തും എന്ന വിഷയത്തിൽ ഡോക്ടർ TP സേതുമാധവനും പൊതുവിദ്യാഭ്യാസം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഡോക്ടർ MV ഗംഗാധരനും ക്ലാസ് എടുത്തു. വിനോദ് കുമാർ കുട്ടമത്ത് മോഡറേറ്ററായി. ഡോക്ടർ M ബാലൻ, PM ഗോവിന്ദൻ, CM പ്രമോദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികൾക്ക് അനുമോദനം നൽകി. പയ്യന്നൂർ ക്ഷീര ടവർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. പയ്യന്നൂർ ക്ഷീര ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയാരവം 2025 മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന പരീക്ഷയിൽ അദ്ദേഹത്തിന് ആദ്യത്തെ 2 പ്രാവശ്യം പാസ്സാകാൻ കഴിഞ്ഞ തോറ്റുപോയി. എന്നാൽ ഇന്ന് അതേ SSLC പരീക്ഷ പാസ്സാകാൻ സച്ചിൻ തെണ്ടുൽക്കറിന്റെ ജീവിതകഥ പാഠമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം പഠിച്ച് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ജീവിതകഥ മനഃപ്പാഠമാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതിയാൽ മാത്രമേ കുട്ടികൾക്ക് SSLC പരീക്ഷ അവിടെ പാസ്സാകാൻ കഴിയൂ. ഇവിടെ യഥാർത്ഥ വിജയിയാരാൻ 2 തവണ തോറ്റുപോയി. ആ തോറ്റുപോയ ആളിന്റെ ജീവിതകഥ പഠിച്ചില്ലെങ്കിൽ പാസ്സാകാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ. KSU പയ്യന്നൂർ അസംബ്ലി പ്രസിഡന്റ് ഷനോജി ചെനലത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ്, KP മോഹനൻ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ, സംസ്ഥാന സമിതി അംഗം ആകാശ് ഭാസ്കരൻ, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് നവനീത് നാരായണൻ, KSU ജില്ലാ ജനറൽ സെക്രട്ടറി വൈഷ്ണവ് TT, നവനീത് ഷാജി, ജഹനു വിഭാസ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പൂരക്കളി കലാ അക്കാദമി അവാർഡ് നേടിയ കരിവെള്ളൂരിലെ TTV കുഞ്ഞികൃഷ്ണനെ അനുമോദിച്ചു. RJD കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ ഉദ്ഘാടനവും പൊന്നാട അണിയിക്കലും നിർവഹിച്ചു. പൂരക്കളി കലാ അക്കാദമിയുടെ 2024 അവാർഡ് നേടിയ കരിവെള്ളൂരിലെ TTV കുഞ്ഞികൃഷ്ണനെ അനുമോദിച്ചു. RJD കരിവെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. കാൻഫെഡ് ഓഫീസിൽ നടന്ന അനുമോദന ചടങ്ങ് RJD കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV ഗിരിജൻ ഉദ്ഘാടനം ചെയ്ത് TTV കുഞ്ഞികൃഷ്ണനെ പൊന്നാടി അണിയിച്ചു. എനിക്ക് പറയാനുള്ളത് 1975-77 ബാലകർ, പക്ഷേ അതിന് മുമ്പേ ഞാൻ TV പരിചയപ്പെടുത്താൻ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാം മത്സരാജ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വത്സാട്ടനാണ് TV പരിചയപ്പെടുത്തുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള ബന്ധം, പിന്നീട് 77-ന് ശേഷമുള്ള ജനതാ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഇന്നും ഒരേപോലെ സൂക്ഷിച്ചു വരിക. ആ ബന്ധങ്ങളിൽ നിൽക്കാൻ പ്രായം കൊണ്ട് വളരെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്നും അദ്ദേഹത്തെ തമാശ കൂട്ടി എന്നെക്കാളും താഴെയുള്ള താഴെ പോലെ കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹത്തിന് പരാതിയില്ല, ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും തമാശയിലായി. TV ബാലകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ K നാരായണൻ അധ്യക്ഷത വഹിച്ചു. AV ബാലൻ മാസ്റ്റർ, AV രമണി, PV തമ്പാൻ, PV ദാസൻ, P വത്സരാജ്, KP പ്രശാന്ത്, അത്തായി വിജയൻ, സന്തോഷ് കോളിയാടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. TTV കുഞ്ഞികൃഷ്ണൻ മറുമൊഴി ഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഉത്തരമേഖല തീയ സമുദായ ക്ഷേത്രം സംരക്ഷണ സമിതി പയ്യന്നൂർ മേഖലാ സമ്മേളനം കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ഉത്തരമേഖല തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പയ്യന്നൂർ മേഖലാ സമ്മേളനം കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം അന്തിതിരിയൻ കരുണാകരൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. P രവീന്ദ്രൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചെറുവത്തൂർ മേഖലാ പ്രസിഡന്റ് കാട്ടാമ്പള്ളി നാരായണൻ, കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പ്രശാന്ത് കുഞ്ഞിമംഗലം, സെക്രട്ടറിയായി രാജൻ ഏരിയം, ട്രഷററായി ഫൽഗുനൻ അന്തിതിരിയൻ കടന്നപ്പള്ളി എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരളത്തിൽ ആദ്യമായി രൂപം കൊള്ളുന്ന സെബക്ത ക്രോ അക്കാദമിയുടെ ലോഗോയുടെയും ജേഴ്സിയുടെയും പ്രകാശനം നടത്തി. ഇളമ്പച്ചിയിൽ നടന്ന ചടങ്ങിൽ ഫായിക്ക മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലാം അഹമ്മദ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മാറ്റുപയോഗിച്ചുള്ള കോർട്ടിലാണ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പരിശീലനം നൽകുക. 25 ആൺകുട്ടികളും 25 പെൺകുട്ടികളും ഉൾപ്പെടെ 50 പേർക്കാണ് ആദ്യ ബാച്ചിൽ പ്രവേശനം നൽകിയിട്ടുള്ളത്. ആഴ്ചയിൽ 4 ദിവസമാണ് പരിശീലനം. ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള അംഗീകൃത പരിശീലകരുടെ സേവനം ലഭ്യമാകും.
ഇന്ത്യൻ ടീം പരിശീലകനും സെബക്താക്രോ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ KV ബാബുവാണ് മുഖ്യ പരിശീലകൻ. ജില്ലാ സെബക്താക്രോ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഫായിക്ക മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുള്ള അക്കാദമിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. അക്കാദമിയിൽ പരിശീലിക്കുന്നവർക്കുള്ള ജേഴ്സി പ്രകാശനവും ചടങ്ങിൽ നടന്നു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ VPP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ C സുനിൽകുമാർ, ക്യാമ്പ് മാനേജർ T ബാബു മാസ്റ്റർ, സഹൃദയ തൃക്കരിപ്പൂർ സെക്രട്ടറി M രജീഷ് ബാബു, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ, K മധുസൂദനൻ, KV ബാബു, VPU മുഹമ്മദ്, MTP ബഷീർ, M മുജീബ്, A അമീർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. വിപുലമായ പരിപാടികളോടെ അടുത്തയാഴ്ച സെബക്താക്രോ അക്കാദമിയുടെ ഔപചാരിക ഉദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. M വിജയൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും USS നേടിയ കുട്ടികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ഇന്ന് നിങ്ങളുടെ കൈകളിൽ വെച്ച് തരുന്ന ഈ മൊമെന്റോ അത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങളുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഒരുപക്ഷെ അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടത്തു കൂടിയായിരിക്കും നിങ്ങൾ വെക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് MV ശ്രീശൻ, SDC ചെയർമാൻ NV രാമകൃഷ്ണൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് ശ്രീമ വിനോദ്, ഹെഡ് മിസ്ട്രസ് രഞ്ജിനി ടീച്ചർ, പ്രിൻസിപ്പൽ ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ കഥാചർച്ച സംഘടിപ്പിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മിസാറു എന്ന കഥയെ അധികരിച്ച് അധ്യാപികയായ ലൈല മുഖ്യപ്രഭാഷണം നടത്തി. കരിവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ കഥാചർച്ച സംഘടിപ്പിച്ചു. ഓണക്കുന്ന് ഐക്കൺ PSC കോച്ചിംഗ് സെന്ററിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മിസാറു എന്ന കഥയെ അധികരിച്ച് അധ്യാപികയായ ലൈല മുഖ്യ പ്രഭാഷണം നടത്തി. കാറ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില കാഴ്ചകളും കഥാകൃത്ത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു ഷിപ്പ്യാർഡ്, അതുപോലെ പിന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി രൂപ ചെലവാക്കിയിട്ട് യുദ്ധക്കപ്പൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അഭിജിത്തിന്റെ നോട്ടം പതിയുന്നത്. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരെയും പോലെ എന്തിനാണ് യുദ്ധം, നമുക്ക് ആർക്കും ഇന്ന് ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായിട്ട് അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയും യുദ്ധത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനാണ് മഹാഭാരതം എഴുതിയത് എഴുത്തച്ഛൻ എന്നൊക്കെ പറയുമ്പോഴും അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രകാശൻ കരിവെള്ളൂർ ചടങ്ങിൽ അധ്യക്ഷനായി. P മുരളീധരൻ മാസ്റ്റർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ അന്നൂർ ശാന്തിഗ്രാം വാർഡ് ഗ്രാമോത്സവം അന്നൂർ വില്ലേജ് ഹാളിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ അന്നൂർ ശാന്തിഗ്രാം വാർഡ് ഗ്രാമോത്സവം അന്നൂർ വില്ലേജ് ഹാളിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ A രൂപേഷ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൗൺസിലർ KK ഫൽഗുനൻ, KU രാധാകൃഷ്ണൻ, N ജ്യോതി, MV അനിത, ബേബി കമലം, KP തമ്പാൻ, രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവർക്കുള്ള അനുമോദനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും നടന്നു. തുടർന്ന് അമ്മമാരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ തിരുവാതിര, ഒപ്പന, ഫ്യൂഷൻ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയവ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയങ്ങാടി പാലക്കോട് പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി കാര്യക്ഷമമായ തിരച്ചിൽ നടക്കുന്നില്ലെന്ന് കുടുംബം. ചൂട്ടാട് അഴിമുഖത്തെ മണൽത്തിട്ട ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. മുന്നറിയിപ്പ് ലംഘിച്ച് കടലിൽ ഇറങ്ങരുതെന്ന് തീരദേശ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം.
ചെറുപുഴ തിരുമേനിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. കണ്ടക്ടർ അടക്കം നിരവധി പേർക്ക് പരിക്ക്. മുതുവത്ത് നിന്നും പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തകർന്നു കിടക്കുന്ന പിലാത്തറ മാതമംഗലം റോഡ് ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും റോഡ് നവീകരിക്കുന്നതിനായി 11 കോടി രൂപ അനുവദിച്ചതായും എം വിജിൻ MLA. 7 മീറ്റർ വീതിയിൽ ആധുനിക നിലയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത്. വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ദുരിതപാതയായി കരിവെള്ളൂർ ഓണക്കുന്നിലെ അടിപ്പാത. ചെളി ചവിട്ടാതെയും കുഴിയിൽ വീഴാതെയും മറുഭാഗത്തെത്താൻ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പാടുപെടുകയാണ്. പ്രശ്നം കണ്ടില്ലെന്ന് നടിച്ച് ദേശീയപാത അധികൃതർ. പ്രതിഷേധമറിയിച്ച് പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.